أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളായ പണ്ഡിതന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഗ്രൂപ്പിലെ 20ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. وَزُعُمُ أَنَّ صُدُورِ قَوْلَيْنِ مَعًا فِي مَسْأَلَةٍ وَاحِدَةٍ كَفِيهَا قَوْلَانِ لَا يَجُوزُ إِجْمَاعًا غَلَطٌ أُفْرِدَ رَدُّهُ. وَزُعُمُ أَنَّ صُدُورَ قَوْلَيْنِ രണ്ട് കൗല് ഉണ്ടാവുക, മഅൻ ഒപ്പം, ഫീ മസ്അലത്തിൻ വാഹിദത്തിൻ ഒറ്റ മസ്അലയിൽ, ഒരു മസ്അലയിൽ രണ്ട് കൗലുണ്ടാവുക എന്നുള്ളത്. ഏതുപോലെ പറയാം? ഉദാഹരണം, കഫീഹ കൗലാനി, ഒരു മസ്അല പറഞ്ഞിട്ട് പറ ഈ മസ്അലയിൽ രണ്ട് കൗലുണ്ട്. ഇങ്ങനെ രണ്ട് കൗലുണ്ട് ഒപ്പം ഉണ്ടാവുക. ലാ യജൂസു ഇജ്മാഅൻ, ഇജ്മാ നിലക്ക് അങ്ങനെ വരാൻ പാടില്ല, ജായിസാവൂല എന്നുള്ളതായ ഞൊടിഞ്ഞുകൊണ്ടുള്ള വാദമാവുന്നത് വലത്തുൻ, അത് പിഴവാണ്. ഉഫിരിദ റദ്ദുഹു, അതിനെ വേണ്ടതുപോലെ റദ്ദ് ചെയ്യുവാൻ വേണ്ടി അതിനായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുമുണ്ട്? ഗ്രന്ഥം രചിക്കപ്പെട്ട് തനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്തരത്തിൽ അന്നൽ ഇജ്മാ അലാ ജവാസിഹി, ഒരു മസ്അലയിൽ അങ്ങനെ രണ്ട് കൗല് ഒപ്പം വരാൻ പറ്റുമെന്ന് ഇജ്മാ ഉണ്ട്. വവുഖുഉഹു മിന സ്വഹാബത്തി, സ്വഹാബാക്കളിൽ നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടും ഉണ്ട്. ഫമിൻ ബഅദിഹിം, സ്വഹാബാക്കൾക്ക് ശേഷമുള്ളവരിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നിരിക്കെ ഇങ്ങനെ വാദിച്ച വാദം പിഴവാണ്. ആ വാദത്തെ റദ്ദ് ചെയ്യുവാൻ വേണ്ടി തനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിത്തഇലീഫിൻ ഹസൻ, നല്ലതായിരിക്കുന്ന ഒരു രചന കൊണ്ട് തന്നെ തനിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ഖാലൽ ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നു, വഖഅ ദാലിക, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ലിശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ ഫീ 18 മൗളിഅൻ, 18 സ്ഥലത്ത് ഒരൊറ്റ മസ്അലയിൽ രണ്ട് കൗലുള്ളതായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ എന്തിനാ അങ്ങനെ ഉണ്ടാൻ പാടില്ല എന്ന് ഇജ്മാ ഒക്കെ പറയുന്നത് എന്നാണ്. വനഖൽ ഖറാഫിയു, ഖറാഫി ഇമാം ഉദ്ധരിക്കുന്നു, അൽ ഇജ്മാ, ഇജ്മാഇനെ എന്തിന്റെ മേൽ? അലാ തഖയീരിൽ മുഖല്ലിദി, മുഖല്ലിദിന് ഇഷ്ടം പ്രവർത്തിക്കാം എന്നതിന്റെ മേൽ. ബൈന ഖൗലൈ ഇമാമിഹി, അവൻ അംഗീകരിച്ച ഇമാം ഉണ്ടാവും, മുഖല്ലദ്. ആ മുഖല്ലദായിരിക്കുന്ന ഇമാമിന് രണ്ട് കൗലുണ്ടെങ്കിൽ ആ രണ്ട് കൗലിന്റെ ഇടയിൽ മുഖല്ലിദായ നമ്മെ പോലത്തെ ആളുകൾക്ക് ഏതോ കൗലെടുക്കേണ്ടതെങ്കിൽ അതിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നതിന് ഇജ്മാ ഉണ്ടെന്ന് തന്നെ ഖറാഫി ഇമാം എന്തെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഐ അലാ ജിഹത്തിൽ ബദലി, ഈ കൗല് വേണ്ടെങ്കിൽ മറ്റേ കൗലെടുക്കുക, ഈ കൗല് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈ കൗലെടുക്കുക, ഇങ്ങനെ ബദല് എന്ന നിലക്ക പറഞ്ഞത്. അല്ലാതെ ലൽ ജംഇ, രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയെടുക്കുക എന്നുള്ളതല്ല. ഇത് തന്നെ തഖയ്യിർ പറയുന്നത് ഇദാനം യദ്ഹർ തർജിവാഹിദിഹിമാ, രണ്ട് കൗലുണ്ടായിട്ട് ആ രണ്ട് കൗലിൽ നിന്ന് ഒരു കൗല് മറ്റേ കൗലിനേക്കാൾ റാജിയാക്കൽ വെളിവായിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ മസ്അല. ഒന്ന് റാജിഹാണെങ്കിൽ അതെടുക്കാലോ, റാജിഹായിട്ടില്ല, രണ്ട് കൗലുണ്ടായിരിക്കെ എന്നാ ഒരു കൗല് ഒഴിവാക്കി മറ്റീനെടുക്കാം, മറ്റേത് ഒഴിവാക്കി ഇതിനെടുക്കാം എന്ന് ഇജ്മാ ഉണ്ടെന്ന് ഖറാഫി ഇമാം ഉദ്ധരിക്കുമ്പോ ഒരു മസ്അലയിൽ ഒപ്പം രണ്ട് കൗലുണ്ടാകാൻ പാടില്ല, അത് ഇജ്മാ എന്നുള്ള വാദം ശരിയല്ല. അതിനതൊക്കെ കൊണ്ടുവരുന്നത് വകഅന്നഹു അറാദ ഇജ്മാ അഇമ്മത്തി മദ്ഹബിഹി. അപ്പോൾ ഈ പറഞ്ഞ അവിടെ ഉദ്ദേശം അയാൾ പറഞ്ഞതുപോലെ ഇരിക്കുന്നു. അയാൾ ഉദ്ദേശിക്കുന്നത് ഇജ്മാ എന്ന് പറഞ്ഞാൽ, അതായത് ഖറാഫി ഇമാമുടെ ഇജ്മാ ഉദ്ധരിച്ചല്ലോ, ആ ഇജ്മാ ഉദ്ധരിക്കുന്നത് ഏത് ഇജ്മാ എന്ന് ചോദിച്ചാൽ ഇജ്മാ അഇമ്മത്തി മദ്ഹബിഹി, അദ്ദേഹം സ്വീകരിച്ചൊരു മദ്ഹബ് ഉണ്ടാകും, ആ മദ്ഹബിലെ ഇമാമീങ്ങൾ ഇജ്മായി എന്ന്
ഉദ്ദേശിച്ചതുപോലെ ഇരിക്കുന്നു. കൈഫ അങ്ങനെയാണല്ലോ, പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എങ്ങനെയാണ്, കൈഫ എങ്ങനെയുണ്ട്. ഓ മുഖത്തല മദ്ഹബീന എത്തരത്തിൽ നമ്മുടെ മദ്ഹബിന്റെ തേട്ടമാകുന്നത്. തമ കാരഹ് സുബിക്കിയോ സുബിക്കി ഇമാം പറഞ്ഞതുപോലെ നമ്മുടെ മദ്ഹബിന്റെ തേട്ടം എന്താകുന്നു. മൻഉദാലിക ഫിൽ ഖളാഇ വൽ ഇഫ്താഇ ഫത്വ കൊടുക്കുക, അതുപോലെ തന്നെ വിധി പറയുക, ഇത്തരം കാര്യങ്ങളിൽ തഖ്യീർ പാടില്ല. ഇവിടെ തഖ്യീറിന്റെ മേൽ ഇജ്മാണ്ടെന്ന് പറഞ്ഞു. തഖ്യീറിനെ എവിടെ പാടില്ല? ഖളാഇലോ ഫത്വ കൊടുക്കുന്ന കാര്യത്തിൽ മൻ ആണ് എന്നുള്ളത് നമ്മുടെ മദ്ഹബ് തേടുന്നു. അങ്ങനെ സുബിക്കി ഇമാം പറഞ്ഞിട്ടുമുണ്ട്. ദൂരൽ അമലി നഫ്സിഹി സ്വന്തം ശരീരത്തിന് അമല് ചെയ്യുകയാണെങ്കിൽ അത് കൂടാതെ, സ്വന്തം ശരീരത്തിന് അമല് കൂടാതെ എന്നാണ്. അപ്പൊ അമലിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം, തഖ്യീർ പറ്റും. ഓ ബിഹി ഈ പറഞ്ഞ കാര്യം കൊണ്ട്, അഥവാ ഫത്വ കൊടുക്കുവാനോ വിധി പറയുവാനോ തഖ്യീർ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഈ കാര്യം കൊണ്ട് യുജ്മഉ ബൈന ഖൗലിൽ മാവർദി ഇമാമിന്റെ വാക്കിനിടയിൽ ജമ് ചെയ്യപ്പെടും. എന്താണ് ഇമാം മാവർദി പറഞ്ഞ വാക്ക്? യജൂസു ഇൻദന നമ്മുടെ അടുക്കൽ ജായിസാണെന്ന് മാവർദി ഇമാം റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിലും വന്തസറലഹുൽ ഗസാലിയു മാവർദി ഇമാം പറഞ്ഞതിനെ സഹായം തേടിക്കൊണ്ട് ഗസാലി ഇമാം തങ്ങളും വന്നിട്ടുമുണ്ട്. ഏതുപോലെ കമാ യജൂസു ലിമൻ അദ്ദാഹു ഒരുത്തന് ജായിസായതുപോലെ, എങ്ങനത്തെ ഒരുത്തൻ അദ്ദാഹു അതിനവൻ വീട്ടിയിട്ടുണ്ട്, അതിനവൻ വീട്ടി. ലിമൻ ഒരുത്തൻ അദ്ദാഹു ഇജ്തിഹാദുഹു അവന്റെ ഗവേഷണം അവനെ കൂട്ടി. എവിടേക്ക് കൂട്ടി എന്ന് ചോദിച്ചാൽ ഇലാ തസാവി ജിഹത്തൈനി രണ്ട് ഭാഗം സമമാണ് എന്നതിലേക്കുള്ള ഗവേഷണം ഒരാൾ കൂട്ടിയാൽ അവൻ ജായിസാണല്ലോ. ഐ യുസല്ലിയ ഇല ഐഹിമ ഷാഅ ഇജ്മാ ഈ രണ്ട് ഭാഗത്തിൽ ഏത് ഭാഗത്താണ് കിബില കിട്ടുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധിച്ചു നോക്കി. രണ്ടു നേർക്കും ഗവേഷണം ചെയ്തു നോക്കുമ്പോൾ രണ്ടും സമായിട്ട് കിട്ടി. എന്നാൽ ഇവിടെ എന്ത് ചെയ്യാം? ഇവൻ ഉദ്ദേശിച്ച ഏതൊരു ഭാഗമുണ്ട് ആ ഭാഗത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറ്റും എന്ന രൂപത്തിൽ അവന്റെ ഇജ്തിഹാദ് പറ്റൂലേ? പറ്റും. ആ കാര്യത്തിൽ ഇജ്മാ അല്ലേ? ഇജ്മാ ആണ്. എന്നതുപോലെ ഗസാലി ഇമാം തങ്ങള് മാവർദി ഇമാം ജായിസാണ് തഖ്യീർ ജായിസാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിലും വഖൗലിൽ ഇമാമി യംതനിഉ ഇമാം ഹറമൈനി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? യംതനിഉ തഖ്യീർ പറ്റൂല എന്നുമാണ്. ഈ രണ്ട് വാക്കുകൾക്കും ഇടയിൽ ഈ പറഞ്ഞതായ കാര്യം കൊണ്ട് ഇഫ്തായിലും ഖളായിലും മൻ ആണെന്നും അമലിൽ ജവാസ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജമ് ചെയ്യാം. ഇതാ പറയുന്നത്. അപ്പൊ സ്വന്തം അമലിന് പറ്റും, ഫത്വ കൊടുക്കുന്ന കാര്യത്തിൽ പറ്റില്ല എന്നാണ് രണ്ടോളം പറഞ്ഞത്. ഇൻകാരാബി ഹുക്കുമൈനി മുത്തലാദ്ദൈനി മാവർദി ഇമാമും അതുപോലെ തന്നെ ഇമാമുൽ അറമേനിയും ഇവർ രണ്ടുപേരും എതിരായതായിരിക്കുന്ന രണ്ട് വിധിയിലാണ് ഈ പറഞ്ഞത് എങ്കിൽ, ഏതുപോലെ ഈജാബിൻ തഹരീമിൻ ഒരാൾ ഈജാബ് മറ്റൊരാൾ തഹരീമ പറയുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ രണ്ടും രണ്ടല്ലേ? കഫാറത്ത് സംബന്ധമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് കഫാറത്ത് സംബന്ധമായി വരുന്ന വിഷയങ്ങളുണ്ട്, അത് വേറെ രീതിയിൽ പോകും, അവിടെ കുഴപ്പമില്ല. അതേസമയത്ത് ഈജാബു തഹരീം ഈ രണ്ട് കാര്യം വൈരുദ്ധ്യമായ വിധികളാണ്. അവിടെയാണ് ഈ രണ്ടെണ്ണം പറഞ്ഞതെങ്കിൽ അങ്ങനെ നമുക്ക് യോജിപ്പിക്കാം. കഫാറത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഈ പറഞ്ഞ വിശദീകരണത്തെ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു നടത്തി. ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിനോട് അവര് അനുഗമിക്കുകയും ചെയ്തു. എവിടെ നടത്തി?
ഫിൽ അമലി, അമലിൽ നടത്തി. അപ്പോ ഈ പറഞ്ഞതായിരിക്കുന്ന രീതി അമലുകളിൽ പറ്റും എന്നുള്ളർത്ഥം. ഖിലാഫിൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബുകൾക്ക് വിരുദ്ധമായിട്ട്. ഇത് കഴിഞ്ഞു. അള്ളാഹുവിന്റെ വേണ്ടുകൊണ്ട് ഇത്രയും ക്ലാസ് എടുത്തു. അൽഹംദുലില്ലാ. ഇനി നമുക്ക് നാളെ ബാക്കി സംസാരിക്കാം. കരണ്ടില്ല, ഇങ്ങനെ പല ചുറ്റുപാടിലപ്പോൾ നിൽക്കുന്നത്. അള്ളാഹു ഇത് ഖൈറാക്കി തരട്ടെ. നാളെ നമുക്ക് ബാക്കിയെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.